ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഓട്ടോഡെസ്ക് സോഫ്റ്റ്വെയർസ് പഠിക്കാൻ താല്പര്യമുള്ളവരാണോ നിങ്ങൾ? ഓട്ടോ ക്യാഡ്, റെവെറ്റ്, 3ds Max, Navisworks ഇതുപോലുള്ള സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളൊരു സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ എഡ്യൂക്കേറ്ററോ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോഡെസ്ക് നിങ്ങൾക്ക് ഫ്രീ സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്ത് എങ്ങനെ ഒരു ഓട്ടോഡെസ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അതുവഴി എങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചായിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സിന് 3 സ്റ്റേജസ് ആയിട്ടാണ് ഞാൻ ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ ഒരു ബേസിക് ഓട്ടോഡെസ്ക് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയായിരിക്കും നോക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഓട്ടോഡെസ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് സ്കിപ്പ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കാണാം. ദെൻ സെക്കൻഡ് സ്റ്റേജ് വെരിഫിക്കേഷനെ കുറിച്ചായിരിക്കും പറയുന്നത്. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു സ്റ്റേജിലായിരിക്കും കൊടുക്കുന്നത്. ആൻഡ് തേർഡ് സ്റ്റേജ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ പറ്റിയായിരിക്കും. ദെൻ ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചോളുക. ഒന്ന്, നിങ്ങളുടെ കോളേജ് ഐ ഡി കാർഡിൻ്റെ ഒരു പിക്ചർ എടുത്ത് JPG ഫയലായിട്ട് സേവ് ചെയ്യുക. കാരണം നിങ്ങളുടെ പ്രൂഫായിട്ട് നമുക്കവിടെ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ കോളേജ് മെയിൽ ID യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പേഴ്സണൽ ID ആണെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ മെയിൽ ID ആണ്, നിങ്ങളുടെ കോളേജ് മെയിൽ ID ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് വെരിഫിക്കേഷൻ പോസിബിൾ ആണ്. സോ നമുക്ക് നമ്മുടെ പ്രോസസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഓട്ടോഡെസ്കിന് ഒരു ബേസിക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഓട്ടോഡെസ്ക് എഡ്യൂക്കേഷൻ എന്ന് സെർച്ച് ചെയ്യാം. സോ അതിൻ്റെ ഒഫീഷ്യൽ ലിങ്ക് ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. നിങ്ങൾക്ക് അത് തന്നെ ഓപ്പൺ ചെയ്യാം. സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ടോപ്പ് റൈറ്റ് സൈഡിൽ ഇവിടെ സൈൻ ഇൻ ഓപ്ഷൻ പറയുന്നുണ്ട്. സോ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും ഓൾറെഡി ഉള്ള അക്കൗണ്ട് ലോഗിൻ ചെയ്യാനാണെങ്കിലും ഈ ഒരു സൈൻ ഇൻ ഓപ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് സൈൻ ഇൻ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സൈൻ ഇൻ ചെയ്യാം. നിങ്ങളുടെ മെയിൽ ID കൊടുത്ത് സൈൻ ഇൻ ചെയ്യാം. ഇനി അതല്ല പുതിയത് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴെ ക്രിയേറ്റ് അക്കൗണ്ട് ഓപ്ഷൻ പറയുന്നുണ്ട്, അത് സെലക്ട് ചെയ്യുക. സോ അവിടെ മെയിൽ ID ആയിരിക്കും കൊടുക്കേണ്ടത്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന മെയിൽ ID ആയിരിക്കും കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് നിങ്ങളുടെ പേഴ്സണൽ ID ആണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി അല്ല നിങ്ങളുടെ കോളേജ് ID ഉണ്ടെങ്കിൽ അതാണെങ്കിലും യൂസ് ചെയ്യാം. മെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എഗ്രി ഓപ്ഷൻ കൊടുക്കാം. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. സോ നിങ്ങളുടെ മെയിലിലോട്ട് ഒരു വെരിഫിക്കേഷൻ കോഡായിരിക്കും വരുന്നത്. സോ ആ ഒരു വെരിഫിക്കേഷൻ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വരുന്ന വെരിഫിക്കേഷൻ കോഡ് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. സോ അവിടെ നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് ആയിരിക്കും കൊടുക്കുന്നത്. അതായത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം, ദെൻ പാസ്വേഡ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഫുൾ നെയിം തന്നെ കൊടുക്കുക. ഷോർട്ടാക്കിയോ അല്ലാതെ ഇല്ലീഗൽ നെയിം കൊടുക്കാതെ നിങ്ങൾ ഫുൾ നെയിമായിട്ട് തന്നെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ID കാർഡിന് എന്ത് പേരാണോ പറയുന്നത് ആ നെയിം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. ദെൻ ഇവിടെ ടിക്ക് ചെയ്ത് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കാം. നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വൺസ് അക്കൗണ്ട് ക്രിയേഷൻ കഴിഞ്ഞാൽ നിങ്ങൾ റീഡയറക്റ്റ് ചെയ്യപ്പെടുന്നത് സെയിം അതിൻ്റെ സൈറ്റിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൽ എഡ്യൂക്കേഷൻ, നിങ്ങൾ എഡ്യൂക്കേഷണൽ വെർഷനാണ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. സോ എഡ്യൂക്കേഷൻ ആ ഒരു പേജ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൽ വരുമ്പോൾ സ്റ്റുഡൻറ്റ്, എഡ്യൂക്കേറ്റർ, അതുപോലെ IT അഡ്മിനിസ്ട്രേറ്റർ 3 സെക്ഷൻസ് പറയുന്നുണ്ടാവും. മീൻസ് ഈ 3 പേർക്കാണ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫ്രീ ആയിട്ട്. സോ അതിൽ താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് പ്രോഡക്റ്റ് ഓപ്ഷൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഗെറ്റ് പ്രോഡക്റ്റ്സ് ഓപ്ഷൻ പറയുന്നുണ്ട്. ഈ ഒരു ഗെറ്റ് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. സോ പ്രോഡക്റ്റിൻ്റെ ലിസ്റ്റിലോട്ടായിരിക്കും പോകുന്നത്. ഏത് സോഫ്റ്റ്വെയർ ആണോ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിൽ വേണ്ട സെലക്ട് ചെയ്യാം. ഓട്ടോകാഡോ, റെവെറ്റോ, നേവിസ്വർക്സോ അല്ലെങ്കിൽ മെക്കാനിക്കൽ സോഫ്റ്റ്വെയർസ് ആയിട്ട് ഫ്യൂഷനോ അങ്ങനെ ഏതൊരു സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ലിസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന വേറെയും സോഫ്റ്റ്വെയർസ് ഉണ്ട്. സോ ഈ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഏതൊരു സോഫ്റ്റ്വെയർ ആണെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുന്ന ഓട്ടോകാഡാണ്. സോ ഓട്ടോകാഡ് സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ചോദിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ആണ്. നിങ്ങൾ മീൻസ് ഒരു സ്റ്റുഡൻ്റ് ആണോ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റർ ആണോ IT അഡ്മിനിസ്ട്രേറ്റർ ആണോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് സെലക്ട് ചെയ്യാം. ഒരു എഡ്യൂക്കേറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. അതുപോലെ കോളേജിന് വേണ്ടിയിട്ടാണ്, ഒരു ലാബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ IT അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് സെലക്ട് ചെയ്യാം. സ്റ്റുഡൻറ്റിന് ഒരു ലൈസൻസ് ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ എഡ്യൂക്കേറ്ററിനാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈസൻസും അതുപോലെ 250 എക്സ്ട്രാ ലൈസൻസും കിട്ടും. സ്റ്റുഡൻസിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ IT അഡ്മിനിസ്ട്രേറ്റർ ആണെന്നുണ്ടെങ്കിലും ലാബിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെർഷനാണ്. സോ 3000 ലൈസൻസ് വരെ അവിടെ ആക്സസിബിൾ ആണ്. ഇതിൽ സ്റ്റുഡൻറ്റ് വെർഷനായിട്ടാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. മെത്തേഡ്സ് സെലക്ട് ചെയ്യുന്നതിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കി വർക്കിംഗ് പ്രൊസീജിയർ 3നും സെയിം ആണ്.
സോ അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഓട്ടോഡെസ്കിൻ്റെ സോഫ്റ്റ്വെയർ ആണ്, മീൻസ് ഓട്ടോക്യാഡാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ ഒരു പേജിൽ നിങ്ങൾ കൊടുക്കേണ്ട നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നിങ്ങളുടെ കോളേജ് ID ആൻഡ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. മീൻസ് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണോ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇവിടെ കസ്റ്റമർ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ പേരും അതുപോലെ തന്നെ മെയിൽ ID വിസിബിൾ ആയിരിക്കും. ഇതിൽ നിങ്ങളുടെ റോൾ സെലക്ട് കൊടുക്കുക, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ സെലക്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻ്റ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ താഴെ ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കാം. സോ ഇവിടെ എഡ്യൂക്കേഷൻ റോൾ കൊടുത്തു, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റേജിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കൊടുക്കേണ്ട നിങ്ങൾ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ്, അതായത് നിങ്ങളുടെ കോളേജിൻ്റെ ഡീറ്റെയിൽസ് ആണ്. കോളേജിൻ്റെ ഡീറ്റെയിൽസ് ആൻഡ് ലൊക്കേഷൻസ് ഒക്കെയാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇവിടെ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കോളേജ് ID ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, കോളേജ് അഡ്രസ്സ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം കോളേജിൻ്റെ നെയിം ടൈപ്പ് ചെയ്യുക. കോളേജിൻ്റെ ഫുൾ നെയിം ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ കാണിക്കുന്നുണ്ടാവും നിങ്ങളുടെ കോളേജിൻ്റെ നെയിം. സോ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കോളേജ് നെയിം കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ കോളേജ് നെയിം ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റിൽ കാണിക്കുന്നുണ്ടാവും, അത് സെലക്ട് ചെയ്യുക. സോ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള കോളംസ് ഫിൽ ആവും. ചില സമയത്ത് ഒരു കോളേജിൻ്റെ തന്നെ 1-2 IDs പറയുന്നുണ്ടാവും. സോ അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി ബാക്കി കോളംസ് ഫിൽ ആയിക്കോളും. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് പറയുന്നുണ്ട്, അത് ഹൈസ്കൂൾ സെക്കൻഡറി, അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് പോസ്റ്റ് സെക്കൻഡറി പറയുന്നുണ്ട്. സോ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക, കോളേജ് ആയതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീണ്ടും കോളേജിൻ്റെ നെയിം ആയിരിക്കും ചോദിക്കുന്നത്. അവിടെ നിങ്ങൾ കോളേജിൻ്റെ നെയിം തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഫുൾ നെയിം ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ അവിടെയും എഗെയിൻ ആ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ടാവും, അതിൽ സെലക്ട് ചെയ്യുക. അതുപോലെ നെയിം കഴിഞ്ഞാൽ സ്കൂൾ വെബ്സൈറ്റ് ആണ് ചോദിക്കുന്നത്. മീൻസ് അത് നിങ്ങൾ വേറൊരു ടാബ് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ കോളേജ് ഏതാണോ അതിൻ്റെ സൈറ്റ് കയറുക. സൈറ്റ് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ID നമുക്ക് ടോപ്പിൽ പറയുന്നുണ്ടാവുമല്ലോ. സോ ID കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി ഇങ്ങോട്ട്. ലാസ്റ്റ് എൻറോൾമെൻറ്റ് ഇൻഫർമേഷൻ. സോ നിങ്ങൾ എപ്പോഴായിരിക്കും ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു ഡേറ്റ് കൊടുക്കുക, വരാൻ പോകുന്ന ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ നിങ്ങളുടെ കോളേജ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടെ പറയാം, കോളേജ് നെയിം ടൈപ്പ് ചെയ്യുക ഫസ്റ്റ് തന്നെ. അപ്പോൾ തന്നെ നിങ്ങളുടെ കോളേജ് അഡ്രസ് ആൻഡ് ഡീറ്റെയിൽസ് എല്ലാം ആഡ് ആവും. ദെൻ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക, അതുപോലെ കോളേജിൻ്റെ നെയിം എഗെയിൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ സ്കൂൾ വെബ്സൈറ്റ് മീൻസ് കോളേജ് വെബ്സൈറ്റ് സെലക്ട് ചെയ്ത് അത് കോപ്പി പേസ്റ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾ എപ്പോഴായിരിക്കും ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു ഇയറും സെലക്ട് കൊടുക്കുക. എക്സാം ഡേറ്റ് തന്നെ വേണമെന്നില്ല, ആ ഒരു ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ദെൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നേരെ റീഡയറക്റ്റ് ചെയ്യുന്ന ഈ ഒരു പേജിലോട്ടായിരിക്കും. മീൻസ് നെക്സ്റ്റ് ചോദിക്കുന്നത് നിങ്ങളുടെ കോളേജ് ID കാർഡാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കോളേജ് ID ഒരു പിക്ക് എടുത്ത് JPG ഫയലായിട്ട് സിസ്റ്റത്തിൽ സേവ് ചെയ്യാം. സോ അതിവിടെ സെലക്ട് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം എന്നുള്ളതാണ്. കണ്ടിന്യൂ കൊടുത്ത് നെക്സ്റ്റ് പേജിൽ പോവുക, ആ ഒരു പേജിലായിരിക്കും അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വരുന്നത്. സോ ഫൈനലി നിങ്ങളുടെ ID കാർഡിൻ്റെ JPG ഫയലും കൂടെ ലോഡ് ചെയ്യാം. എങ്കിൽ ഓർമ്മിച്ചോളൂ, ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ തന്നെ ലോഡ് ചെയ്യാം. നിങ്ങളുടെ പേരും അതുപോലെ കോളേജ് നെയിമും എല്ലാം കാണാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യാം. ദെൻ അതിൻ്റെ ഫൈനൽ അപ്ലോഡിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലോട്ടായിരിക്കും വരുന്നത്. ദെൻ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ സബ്മിറ്റ് ഓപ്ഷൻ പറയുന്നുണ്ടാവും. ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുശേഷം ഒരു മെയിലായിരിക്കും വരുന്നത്. മീൻസ് നിങ്ങൾക്ക് ഇത് എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത് കാണിച്ചുകൊണ്ട് ഒരു മെയിലായിരിക്കും വരുന്നത്. സോ എലിജിബിൾ ആണോ എന്നുണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ ആക്സസ് പ്രോഡക്ട്സ് ഓപ്ഷൻ പറയുന്നുണ്ട്. സോ ആ രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മെയിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. എലിജിബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് നെയിമിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എലിജിബിൾ അല്ല എന്നായിരിക്കും മെയിൽ വരുന്നത്. സോ അതൊന്ന് ചെക്ക് ചെയ്തോളാം. ലാസ്റ്റ് സ്റ്റേജ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓട്ടോഡെസ്കിൻ്റെ വെബ്സൈറ്റിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ സൈൻ ഇൻ ഓപ്ഷൻ ഉണ്ടാവും. ഓൾറെഡി നിങ്ങൾ സൈൻ ഇൻ ആയിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഓപ്ഷൻ പറയുന്നുണ്ട്, അത് സെലക്ട് ചെയ്യുക. പ്രോഡക്ട്സിൻ്റെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസിൻ്റെ ലിസ്റ്റിലോട്ടായിരിക്കും ഇവിടെ വരുന്നത്. നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ ആണോ ലൈസൻസ് ചെയ്ത് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ നെയിം ആയിരിക്കും അതിൽ ആ ഒരു ലിസ്റ്റിൽ കാണിക്കുന്നുണ്ടാവുക. ഇവിടെ പല സോഫ്റ്റ്വെയർസ് ഞാൻ എൻ്റെ ഓപ്ഷൻ അനുസരിച്ചുള്ള പല സോഫ്റ്റ്വെയർസ് ഇവിടെ പറയുന്നുണ്ട്. ഓട്ടോക്യാഡാണ് ഇപ്പോൾ ഞാൻ ചെയ്തത്, ലൈസൻസ് ചെയ്ത് ഓട്ടോക്യാഡാണ്. സോ ഇതിൽ ഓട്ടോക്യാഡിൻ്റെ ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വെർഷനാണോ വേണ്ടത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. വെർഷൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സിസ്റ്റം കോൺഫിഗറേഷൻ ശ്രദ്ധിച്ചോളാം. മീൻസ് എക്സ്പെഷ്യലി Revit, 3ds Max, Navisworks അതുപോലുള്ള സോഫ്റ്റ്വെയർസിന് ഹൈ കോൺഫിഗറേഷൻ വേണ്ടതാണ്. സോ നിങ്ങളുടെ സിസ്റ്റത്തിനനുസരിച്ചുള്ള വെർഷൻ സെലക്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ സിസ്റ്റം ഹാങ് ആവാനൊക്കെ ചാൻസ് ഉണ്ടാകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇവിടെ ഡയറക്റ്റ് ഇൻസ്റ്റാൾ ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ഓപ്ഷൻ പറയുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാനുവലി പിന്നീട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇൻസ്റ്റാൾ കൊടുത്ത് അത് കംപ്ലീറ്റ് ആവും. ഇപ്പോൾ ഇൻസ്റ്റാൾ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റാളർ ഫസ്റ്റ് ഡൗൺലോഡ് ആവും, ഒരു ചെറിയ സൈസിലുള്ള ഒരു ഇൻസ്റ്റാളർ ഡൗൺലോഡ് ആവും. അതിന് എഗെയിൻ റൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിൽ വേറെ സ്റ്റെപ്സ് ഒന്നുമില്ല, ഡയറക്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. സോ ഈസി ആയിട്ട് കംപ്ലീറ്റ് ആവും.
ദെൻ ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള സോഫ്റ്റ്വെയർസും ഡൗൺലോഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഓട്ടോകാഡ് മാത്രമല്ല, റെവറ്റ്, നേവിസ്വർക്സ് ഒക്കെ ബാക്കിയുള്ള എല്ലാ ഓട്ടോഡെസ്ക് പ്രോഡക്ട്സും ഇതേ സെയിം മെത്തേഡാണ്. അപ്പോൾ അതിന് പക്ഷേ നിങ്ങൾ വീണ്ടും വെരിഫിക്കേഷൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് പേജിനകത്ത് വന്നു കഴിഞ്ഞാൽ വേറൊരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് പേജിൽ വരാം. ഇവിടെ തന്നെ ആഡ് പ്രോഡക്ട്സ് എന്ന ഓപ്ഷൻ പറയുന്നുണ്ട്. സെലക്ട് ചെയ്യുക. സോഫ്റ്റ്വെയർസിൻ്റെ ലിസ്റ്റ് തന്നെ ആയിരിക്കും ഇവിടെയും കാണിക്കുന്നത്. ഇതിൽ ഏതൊരു സോഫ്റ്റ്വെയർ ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യുക. ഈ ഒരു സെലക്ട് ഓപ്ഷൻ പറയുന്നുണ്ട്. സെലക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി അതിനകത്ത് ഉണ്ടാവും. സോ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളായിട്ട് അസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സബ്മിറ്റ് കൊടുക്കുക. അതോടെ കംപ്ലീറ്റ് ആവും. വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എഗെയിൻ നിങ്ങൾക്കൊരു മെയിൽ വരും. നിങ്ങൾക്ക് വീണ്ടും പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് പേജിനകത്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിൻ്റെ ലിസ്റ്റ് അവിടെ പറയുന്നുണ്ടാവും. അതിനെ സെലക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ ഏതൊരു സോഫ്റ്റ്വെയർ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഓക്കെ. സോ ഓട്ടോഡെസ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ സോഫ്റ്റ്വെയർസ് ഡൗൺലോഡ് ചെയ്യാനും നോക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വെരിഫിക്കേഷൻ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിലോ ഡൗൺലോഡ് ചെയ്യുന്നതിലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. വേറെയും ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം.